നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിത മണ്ഡലങ്ങൾ തേടി ലീഗ് നേതാക്കൾ കെ.എം. ഷാജിയും പി.കെ. ഫിറോസും. കാസർഗോഡ് കെ.എം. ഷാജിയും കൊടുവള്ളിയിൽ പി.കെ. ഫിറോസും മത്സരിക്കാൻ സാധ്യത. യു.ഡി.എഫ് ജയിച്ചാൽ മന്ത്രിസ്ഥാനം കിട്ടുമെന്നുറപ്പിൽ യൂത്ത് ലീഗ് നേതാക്കൾ. മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ലീഗ് നേതാക്കൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ യു.ഡി.എഫ് ഘടകകക്ഷികളിലും പ്രതിഷേധം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിത മണ്ഡലങ്ങൾ കണ്ടെത്തി അടിത്തറ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള തിരക്കുപിടിച്ച നീക്കത്തിലാണ് യു.ഡി.എഫ് നേതാക്കൾ. അതിൽ ഏറ്റവും മുന്നിൽ നിന്ന് അണിയറ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുസ്ലിം ലീഗാണ്. നേതാക്കളായ കെ.എം. ഷാജിയും പി.കെ. ഫിറോസുമാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ മുൻനിരയിലുള്ളത്. യു.ഡി.എഫ് അധികാരത്തിലെത്തുകയും തങ്ങൾ വിജയിക്കുകയും ചെയ്താൽ മന്ത്രിയാക്കാമെന്ന പ്രതീക്ഷയാണ് ഈ ലീഗ് നേതാക്കൾക്കുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോടിൽ മത്സരിച്ച കെ.എം. ഷാജിയെ പരാജയപ്പെടുത്തിയത് CPM നേതാവ് KV സുമേഷ് ആയിരുന്നു. ഇത്തവണയും പരാജയഭീതി തിരിച്ചറിഞ്ഞാണ് സുരക്ഷിത മണ്ഡലം തേടി മത്സരിക്കാൻ ഷാജി തയ്യാറെടുക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ കാസർഗോഡ് മത്സരിക്കാനാണ് ഇപ്പോൾ ഷാജി തയ്യാറെടുക്കുന്നത്. 2011-ലും 2016-ലും അഴീക്കോട് നിന്ന് വിജയിച്ച ഷാജി 2021-ൽ LDF സ്ഥാനാർത്ഥി KV സുമേഷിന് മുന്നിൽ പരാജയപ്പെട്ടു. മണ്ഡലത്തിലുടനീളം ശക്തമായ വ്യക്തിബന്ധങ്ങളുള്ള സുമേഷ് തന്നെയാകും ഇത്തവണയും LDF സ്ഥാനാർത്ഥി. സുമേഷുമായുള്ള മത്സരം സുരക്ഷിതമല്ലെന്ന് തിരിച്ചറിഞ്ഞാണ് ഷാജി കാസർകോട്ടേക്ക് തട്ടകം മാറ്റുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി തീവ്രഭാഷയിൽ വർഗീയ പരാമർശം നടത്തിയെന്ന ആരോപണം ഷാജിക്കെതിരെ നേരത്തെ ഉയർന്നിട്ടുണ്ട്. 2018-ൽ ഹൈക്കോടതി ഷാജിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതും ഈ ആരോപണത്തെ തുടർന്നാണ്. കടുത്ത മതപ്രചരണത്തിലൂടെയാണ് ഷാജി ജയിച്ചതെന്നായിരുന്നു ഉയർന്ന ആരോപണം. സമീപകാലത്ത് സമാന രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളും നിരന്തരം ഷാജി ഉയർത്തിവരുന്നുണ്ട്. സ്വാഭാവികമായും ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ചൂടേറിയ വിഷയങ്ങളായി മാറുമെന്ന് ഉറപ്പാണ്. കാസർകോട്ടെ പല മണ്ഡലങ്ങളും മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജയസാധ്യതയുള്ള കാസർകോട്ടെ മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള താല്പര്യമാണ് ലീഗ് നേതൃത്വത്തെ കെ.എം. ഷാജി അറിയിച്ചിരിക്കുന്നത്. ഷാജിക്ക് പുറമെ സുരക്ഷിത മണ്ഡലം തേടുന്ന മറ്റൊരു പ്രമുഖ ലീഗ് നേതാവാണ് പി.കെ. ഫിറോസ്. മുസ്ലിം ലീഗിന് ശക്തമായി വേരോട്ടമുള്ള കോഴിക്കോട്ടെ കൊടുവള്ളിയിൽ മത്സരിക്കണമെന്നാണ് പി.കെ. ഫിറോസിന് താല്പര്യം. അതേസമയം പുതുമുഖങ്ങൾക്ക് കൂടി അവസരം ലഭിക്കുന്ന വിധത്തിൽ സ്ഥാനാർത്ഥി പട്ടിക നിർണ്ണയിക്കാനുള്ള നീക്കത്തിലാണ് മുസ്ലിം ലീഗ്. 3 ടേം പൂർത്തിയാകുന്ന സിറ്റിംഗ് MLA-മാരിൽ ചിലരെ ഇത്തവണ മാറ്റി നിർത്തും. അതോടൊപ്പം വനിതകൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകണമെന്ന നിർദ്ദേശവും യു.ഡി.എഫ് നേതൃത്വത്തിനുണ്ട്. കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വനിതയ്ക്ക് മാത്രമാണ് സീറ്റ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന നിലപാടാണ് സംസ്ഥാന മുസ്ലിം ലീഗ് നേതൃത്വത്തിനുള്ളത്. വനിതകളെ കൂടുതൽ ശക്തമായി രംഗത്തിറക്കുന്നതിൽ ചില മുസ്ലിം സാമുദായിക സംഘടനകൾക്കും പുരോഹിതർക്കും താല്പര്യമില്ലെങ്കിലും അതെല്ലാം അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പി.കെ. ഫിറോസ് ലക്ഷ്യമിടുന്ന കൊടുവള്ളിയിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TT ഇസ്മയിലിനെയോ മുതിർന്ന നേതാവ് MA റസാക്കിനെയോ മുൻ MLA VM ഉമ്മറിനെയോ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. യൂത്ത് ലീഗ് മുൻ നേതാവ് VM സാദിഖ് അലിയുടെ പേര് മലപ്പുറം ജില്ലയിൽ സജീവ പരിഗണനയിലാണ്. ദേശീയ ജനറൽ സെക്രട്ടറി KP അഷ്റഫ് അലി, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്നിവരും മത്സരിക്കാൻ സാധ്യതയേറെയാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി വനിതാ ലീഗ് നേതാക്കളായ കുൽസു ടീച്ചർ, സുഹറ മമ്പാട് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. മുൻ MSF ഹരിത നേതാക്കളായ അഡ്വക്കേറ്റ് നജ്മ തബിഷിറ, ഫാത്തിമ തഹ്ലിയ തുടങ്ങിയവർ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യത കുറവാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൊതുവെ മിന്നുന്ന പ്രകടനമാണ് മുസ്ലിം ലീഗ് കാഴ്ചവെച്ചത്. പലയിടങ്ങളിലും പ്രമുഖ കക്ഷിയായ കോൺഗ്രസിനേക്കാൾ നേതൃത്വ ബോധത്തോടെയാണ് ലീഗ് നേതാക്കൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് തന്നെ നേതൃബോധത്തോടെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ്. യു.ഡി.എഫ് വിജയിച്ച പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡെപ്യൂട്ടി മേയർ, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ യു.ഡി.എഫിലെ പല ഘടക കക്ഷികൾക്കും കടുത്ത അഭിപ്രായ വ്യത്യാസമാണുള്ളത്. ഇപ്പോൾ ഷാജിയും ഫിറോസും സുരക്ഷിത സ്ഥാനങ്ങൾ തേടുന്നത് മന്ത്രി കസേര ലക്ഷ്യമിട്ടാണെന്ന് യു.ഡി.എഫ് ഘടക കക്ഷികൾക്ക് നന്നായി അറിയാം. ഇതിൽ പല ഘടക കക്ഷികളും കടുത്ത അസംതൃപ്തിയിലാണ്. ഇതൊന്നും കൂസാതെ തങ്ങളുടെ പ്രചരണ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ.